വെൽക്കം ടു ഫിസിയോ ക്യാപ്സ്യൂൾ. ഞാൻ ഡോക്ടർ ഹുസ്ന ഹുസൈൻ, ഫിസിയോതെറാപ്പിസ്റ്റാണ്. പോസ്ചറാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക്. എന്താണ് പോസ്ചർ എന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബോഡി പാർട്സ് എങ്ങനെയാണ് അലൈൻ ചെയ്തിട്ടുള്ളത് എന്നതാണ് പോസ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മൂവ്മെൻറ്റ്സ് നടക്കുന്ന സമയത്താവട്ടെ അനങ്ങാതെ നിൽക്കുമ്പോഴാവട്ടെ. ചില ഗ്രൂപ്പ്സ് ഓഫ് മസിൽസിൻ്റെയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സ്ട്രക്ചേഴ്സിൻ്റെയും കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് പോസ്ചറിന് പിന്നിലുണ്ട്. ഈ എഫേർട്ട് മിനിമൽ ആയിട്ടുള്ള ഫോമാണ് പ്രോപ്പർ പോസ്ചറായിട്ട് കണക്കാക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഈ പോയിന്റ് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതിനു മുമ്പ് വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് പറയാം. ലൈഫ് സൈക്കിൾ മാറുമ്പോൾ പോസ്ചറിൽ കാണുന്ന ചേഞ്ചസ് ആണ് ഇനി മെൻഷൻ ചെയ്യാൻ പോകുന്നത്. സ്പൈനാണ് ഈ ടോപ്പിക്കിലെ താരം എന്ന് പറയേണ്ടി വരും. ന്യൂ ബോണിൽ സ്പൈൻ സി ഷേപ്ഡ് ആയിരിക്കും. സ്പൈനിൻ്റെ കേർവ്സ് പിന്നീട് ഇവോൾവ് ആയിട്ട് വരുന്നതാണ്. കുട്ടിക്ക് ഹെഡ് കൺട്രോൾ വരുമ്പോൾ, അതായത് ഹെഡ് നേരെ ഹോൾഡ് ചെയ്യാൻ ഏബിൾ ആവുമ്പോൾ സെർവിക്കൽ സ്പൈനിൻ്റെ കേർവ് ഫോം ആവും. എന്ന് പറഞ്ഞാൽ സി ഷേപ്പിൽ നിന്ന് മാറി ഇൻവേർഡ് കർവ് ഫോം ആവും. അതുപോലെ സിറ്റിംഗ് പൊസിഷൻ അറ്റൈൻ ചെയ്യുമ്പോൾ ലംബാർ സ്പൈനും ഇതേപോലെ തന്നെയുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. അതായത് അവിടെയും ഇൻവേർഡ് കർവ് ഫോം ആവും. സ്റ്റാൻഡിങ് അറ്റൈൻ ചെയ്യുമ്പോഴേക്ക് ഈ ഡെവലപ്പായി വന്ന കേർവ്സിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തൊറാസിക് സ്പൈനും സൈക്കിൾ ഏരിയയും ചേഞ്ച് ചെയ്ത് സ്പൈനിൻ്റെ ശരിയായ ഫോമിലേക്ക് വരും. അതായത് തൊറാസിക് ഫോമിൽ ഔട്ട്വേർഡ് കേർവാണ് ഫോം ആവുന്നത്. ഏകദേശം 4 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് അഡൽട്ട് സ്പൈൻ പോലെ നോർമൽ കേർവേച്ചേഴ്സ് ഒക്കെ ഫോം ആയിട്ടുണ്ടാവും. ഓൾഡ് ഏജിൽ ഈ കേർവ്സ് ഒക്കെ നഷ്ടപ്പെട്ട് വീണ്ടും സി ഷേപ്പിലേക്ക് മാറുന്നതായിട്ടും കാണാം. ഇനി നമുക്ക് പോസ്ചർ എങ്ങനെ അസസ് ചെയ്യണമെന്നും നോർമൽ പോസ്ചർ എങ്ങനെയായിരിക്കണമെന്നും അവിടെ നടക്കുന്ന ബയോമെക്കാനിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നും നോക്കാം. അത് കഴിഞ്ഞ് അബ്നോർമൽ പോസ്ചേഴ്സ് ഏതൊക്കെയാണെന്നും ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്നും കൂടി പറഞ്ഞാൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആവും. ലൈൻ ഓഫ് ഗ്രാവിറ്റി ഏതൊക്കെ സ്ട്രക്ചേഴ്സിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട് എന്നതാണ് പോസ്ചർ അസസ് ചെയ്യുന്നതിനുള്ള ഒരു പാരാമീറ്റർ. അപ്പോൾ വേറെയും പാരാമീറ്റേഴ്സ് ഉണ്ടെന്നല്ലേ? ഉണ്ട്. ഇനി പറയുന്ന പാരാമീറ്റേഴ്സ് കൂടി കണക്കിലെടുത്തിട്ടാണ് പോസ്ചറിനെ മനസ്സിലാക്കുന്നത്. ഹെഡിൻ്റെ അലൈൻമെൻറ്റ്, സ്പൈനിൻ്റെ കർവേച്ചേഴ്സ്, ഷോൾഡറിൻ്റെ സിമെട്രി, പെൽവിക് ലെവലിൻ്റെ സിമെട്രി, ഹിപ്പിൻ്റെയും നീയുടെയും ആംഗിളിൻ്റെയും അലൈൻമെൻറ്റ്. ഇത്രയും കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് പോസ്ചർ എങ്ങനെയാണെന്ന് പറയുക. ആദ്യം നമുക്ക് സ്റ്റാൻഡിംഗ് പോസ്ചറിനെ കുറിച്ച് നോക്കാം. ഇവിടെ ലൈൻ ഓഫ് ഗ്രാവിറ്റി നോർമൽ പോസ്ചറിൽ ഏതൊക്കെ സ്ട്രക്ചേഴ്സിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ലോബ് ഓഫ് ദ ഇയർ, ഷോൾഡർ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ്, ഫീമറിൻ്റെ ഗ്രേറ്റർ ട്രൊക്കാൻഡർ, നീ ജോയിൻറ്റിന് സ്ലൈറ്റ്ലി ആൻറ്റീരിയർ ആയിട്ട്, ലാസ്റ്റ്ലി ലാറ്ററൽ മാലിയോളസിന് ആൻറ്റീരിയർ ആയിട്ട്. ഇത് സൈഡ് ചെരിഞ്ഞ് നിന്നുകൊണ്ട് ഒരു പ്ലം ലൈൻ യൂസ് ചെയ്തുകൊണ്ട് നോക്കാവുന്നതേ ഉള്ളൂ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ലൈൻ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റിലൂടെ പാസ് ചെയ്യണം. ഒപ്പം ബോഡിയെ ഈക്വൽ ഹാഫ്സ് ആക്കുകയും വേണം. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴാണ് ഷോൾഡറിൻ്റെയും പെൽവിസിൻ്റെയും സിമെട്രി അറിയാൻ കഴിയുന്നത്. നോർമൽ പോസ്ചറിൽ ടിൽറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിന് പുറമെ മുമ്പ് പറഞ്ഞ പാരാമീറ്റേഴ്സ് വെച്ചുകൂടി അനലൈസ് ചെയ്യും. ഹെഡ് അലൈൻമെൻറ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം. സെർവൈക്കൽ, തൊറാസിക് ആൻഡ് ലംബാർ കർവേച്ചേഴ്സ് നോർമൽ ആയിരിക്കണം. ഈ കർവേച്ചേഴ്സ് നോർമലി എങ്ങനെയാണെന്ന് പറഞ്ഞു, ഒന്നുകൂടെ പറയാം. സെർവൈക്കൽ സ്പൈനിലും ലംബാർ സ്പൈനിലും ഇൻവേർഡ് കർവാണ് ഉണ്ടാവുക. തൊറാസിക് സ്പൈനിൽ ഔട്ട്വേർഡ് കർവാണ് ഉണ്ടാവുക. ഷോൾഡർ ലെവലും പെൽവിക് ലെവലും സിമെട്രിക്കൽ ആണോ എന്ന് നോക്കാം. അത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ്ലി ഹിപ്പിൻ്റെയും നീയുടെയും ആംഗിൾ ജോയിൻറ്റിൻ്റെയും അലൈൻമെൻറ്റ് നോക്കുക. ഫ്ലെക്സ്ഡോ ഹൈപ്പർ എക്സ്റ്റെൻഡഡോ ഒന്നുമല്ലാതെ നോർമൽ പൊസിഷനിലാണോ എന്ന് അനലൈസ് ചെയ്യുക. കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ബയോമെക്കാനിക്കൽ ആസ്പെക്റ്റ് ആണ് നോക്കാനുള്ളത്. സ്റ്റാൻഡിങ്ങിലായിരിക്കുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലംബാർ സ്പൈനിന് കുറച്ച് മുൻപിലായിട്ടാണ് ഉണ്ടാവുക. ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഗ്രാവിറ്റി ട്രങ്കിനെ മുൻപോട്ട് പുൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോർവേഡ് ബെൻഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക് മസിൽസും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ആ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോളിയസ് ആണ് ഗ്രാവിറ്റിയെ ചെറുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ ഇലിയോസുവാസും കോൺസ്റ്റൻ്റ്ലി ആക്റ്റീവ് ആയിരിക്കും. ഗ്ലൂട്ടിയസ് മീഡിയസും ടെൻസർ ഫേഷ്യൽ ലാറ്റയും കൂടിയാണ് പോസ്റ്ററൽ സ്വേ ഉണ്ടാവുന്നതിന് തടയുന്നത്. ഇറക്റ്റർ സ്പൈനെ മസിൽസ് ആണ് ഗ്രാവിറ്റിയെ ചെറുത്തുകൊണ്ട് ട്രങ്കിനെ നേരെ നിർത്തുന്നത്. ഇനി സിറ്റിംഗ് പോസ്റ്റർ അനലൈസ് ചെയ്യാം. ഇയേഴ്സിൻ്റെ അലൈൻമെൻറ്റ്,
ഷോൾഡർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരെ ആവണം. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അലൈൻമെൻറ്റ് ഹിപ്സിനെ വെച്ച് നോക്കുമ്പോൾ ലെവലായിരിക്കണം. ഷോൾഡർ റിലാക്സ്ഡ് ആയിരിക്കണം. എൽബോസ് ബോഡിയോട് ചേർന്നിട്ടുണ്ടാവണം. എൽബോയുടെയും ഹിപ്പിൻ്റെയും നീസിൻ്റെയും ആംഗിള് ഏകദേശം 90 ഡിഗ്രി ആയിരിക്കണം. ഫോർ ആംസ് ഫ്ലോറിന് പാരലൽ ആയിക്കൊണ്ട് റിസ്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം. ഫീറ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഫുട്ട് റെസ്റ്റ് പോലുള്ള കംഫർട്ടബിൾ സർഫസിലോ ഫ്ലാറ്റ് ആയിട്ട് വെക്കണം. ഇതാണ് പ്രോപ്പർ സിറ്റിംഗ് പോസ്ചർ. ഇങ്ങനെ ഇരിക്കുമ്പോൾ മസിൽ വർക്കും എനർജി എക്സ്പെൻഡിച്ചറും മിനിമൽ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബയോമെക്കാനിക്കൽ പാർട്ട് നോക്കാം. സിറ്റിംഗ് പോസ്ചർ ലംബാർ സ്പൈനിലേക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. പൊസിഷനിൽ ബാക്ക്വേർഡ് പെൽവിക് ടിൽറ്റും ലോവർ ബാക്കിൻ്റെ ഫ്ലാറ്റനിങ്ങും ഉണ്ടാകുന്നുണ്ട്. കൂടാതെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ചുകൂടി മുൻപോട്ടായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫാക്ടേഴ്സ് എല്ലാം ചേർന്നാണ് ലോവർ ബാക്കിന് പ്രഷർ കൂടുതൽ കൊടുക്കുന്നത്. സപ്പോർട്ടഡ് സിറ്റിങ്ങിൽ ഈ ലോഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇതുകൂടാതെ ഫ്ലെക്സ്ഡ് പൊസിഷനിൽ ഒരുപാട് സമയം ഇരിക്കേണ്ടി വരുമ്പോൾ ഇറക്റ്റേ സ്പൈന എന്ന മസിലിൻ്റെ റെസ്റ്റിംഗ് ലെങ്ത് കൂടും. അതുപോലെ പോസ്റ്റീരിയർ ലിഗമെന്റ് സ്ട്രക്ചേഴ്സ് ഓവർ സ്ട്രെച്ച് ആവുകയും ചെയ്യും. ഇതിൽ നിന്ന് ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് ബാക്ക് പെയിനും സ്പ്രെയിനൊക്കെ വരുന്നതിൻ്റെ കാരണങ്ങൾ ക്ലിയർ ആണല്ലോ. അങ്ങനെയുള്ളവർക്ക് ചില എർഗണോമിക് മോഡിഫിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് വഴി ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. മസിൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് കൂടി പറയാം. തൊറാസിക് റീജിയനിലാണ് മസിൽസ് കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് കാണുന്നത്. അതുപോലെ ലോവർ ലിംബിലും അബ്ഡോമിനൽ മസിലിൻ്റെയും ആക്ടിവിറ്റി മിനിമൽ ആയിരിക്കും. എർഗണോമിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് വേറൊരു വീഡിയോ തന്നെ ചെയ്യാൻ ശ്രമിക്കും. ലാസ്റ്റ്ലി അബ്നോർമൽ പോസ്റ്റേഴ്സും ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റുമാണ് പറയാനുള്ളത്. ലോഡോസിസും കൈഫോസിസും സ്കോളിയോസിസുമാണ് മെയിൻ അബ്നോർമാലിറ്റീസ്. ഇൻവേർഡ് കർവ്സ് കൂടുതലാവുന്നതാണ് ലോഡോസിസ്. സെർവിക്കൽ സ്പൈനിലും ലംബാർ സ്പൈനിലും ലോഡോസിസ് വരാമെങ്കിലും ലംബാർ ലോഡോസിസ് ആണ് കോമൺ ആയി കാണുന്നത്. ലോഡോട്ടിക് ആകുമ്പോൾ അബ്ഡോമിനൽ മസിൽസ് പ്രൊട്രൂഡഡ് ആയിട്ട് നിൽക്കും. പെൽവിസിൻ്റെ ആൻറ്റീരിയർ ടിൽറ്റ് കൂടി ഉണ്ടാവുന്നുണ്ട് ഇവിടെ. അത് കാരണം ബട്ടക്സ് കുറച്ചുകൂടി പ്രൊട്രൂഡഡ് ആയിട്ടായിരിക്കും കാണുക. ഈ പോസ്റ്റുറൽ ചേഞ്ചസിനൊപ്പം മസിൽസിൻ്റെ വീക്ക്നെസ്സും അതുപോലെ തന്നെ ബാക്ക് പെയിനും കൂടി ഉണ്ടാവുന്നുണ്ട്. കൈഫോസിസിലേക്ക് വരുമ്പോൾ നമ്മൾ കൂന് അല്ലെങ്കിൽ ഹഞ്ച് ബാക്ക് എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. തൊറാസിക് സ്പൈനിൻ്റെ കർവേച്ചർ എക്സാജറേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പർ തൊറാസിക് സ്പൈനിലാണ് കോമൺലി ഇത് കാണാറ്. പറഞ്ഞ രണ്ട് കണ്ടീഷൻസും എക്സാജറേറ്റഡ് കർവേച്ചേഴ്സ് ആണെങ്കിൽ സ്കോളിയോസിസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലാറ്ററൽ കർവേച്ചർ ഓഫ് സ്പൈൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും. കാരണം സ്പൈനിന് നോർമലായിട്ട് ഒരു ഡീവിയേഷനും ഇല്ല. സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ സ്പൈനിന് ഡീവിയേഷൻസ് വരുന്നതാണ്. സ്കോളിയോസിസ് എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോ തന്നെ ചെയ്യാം. ഇത് മൂന്നും കൂടാതെ ചെറിയ ക്യാരക്ടറിസ്റ്റിക്സോടുകൂടി ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് എന്ന് പറയാൻ കഴിയുന്ന വേറെയും ചില അബ്നോർമൽ പോസ്റ്റേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. സ്വേ ബാക്ക് പോസ്ചർ, ഫ്ലാറ്റ് ബാക്ക് പോസ്ചർ, ഫോർവേഡ് ഹെഡ് പോസ്ചർ, ഇതൊക്കെയാണത്. ഫൈനൽ പാർട്ട് ഫിസിയോതെറാപ്പി മാനേജ്മെൻ്റ് ആണ്. പോസ്റ്റുറൽ കറക്ഷൻസിന് വേണ്ട ജനറൽ ഔട്ട്ലൈൻസ് മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിൽ പോസ്റ്റുറൽ കറക്ഷൻ അല്ലെങ്കിൽ എർഗണോമിക് മോഡിഫിക്കേഷൻസ് ആണ് ഒന്നാമത്തേത്. പിന്നെയുള്ളത് കോൺട്രാക്റ്റ് സംഭവിച്ച മസിൽസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സ്ട്രെച്ച് ചെയ്യുക, അതിന് ഓപ്പോസിറ്റ് ഗ്രൂപ്പ്സിനെ സ്ട്രെങ്തൻ ചെയ്യുക. ഇതാണ്. ഒരുപാട് സിവിയർ കേസസിൽ സർജിക്കൽ കറക്ഷൻസ് വേണ്ടി വരും. ലാസ്റ്റ്ലി കറക്റ്റഡ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓർത്തോസിസ് കൂടി കൊടുക്കും. ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ കണക്റ്റഡ്.